ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 6, 27 തിരുവചനം. പുൽക്കൂട് ശത്രുസ്നേഹത്തിൻ്റെ പര്യായം. തന്നെ ദ്വേഷിക്കുന്നവരെയും തൻ്റെ ശത്രുക്കളെയും സ്നേഹിക്കാൻ ദൈവം തമ്പുരാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ അവതരിച്ചതിൻ്റെ അടയാളം അതായിരുന്നു പുൽക്കൂട്. യഥാർത്ഥത്തിൽ ആരാണ് എൻ്റെ ശത്രു? എൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത് ആരെയാണ്? എന്നെ നിന്ദിക്കുന്നവരും എനിക്കെതിരായി വ്യാജം പറയുന്നവരും എന്നെ ചവിട്ടിത്താഴ്ത്താൻ അവസരം കാത്തിരിക്കുന്നവരും എല്ലാമാണോ എൻ്റെ ശത്രുക്കൾ? എങ്കിൽ എനിക്കെവിടെയോ തെറ്റുപറ്റിപ്പോയില്ലേ? ഇങ്ങനെയുള്ളവരെയെല്ലാം നോക്കി ഈശോ വിളിച്ചത് സ്നേഹിതർ എന്നല്ലേ? അതെ, യഥാർത്ഥത്തിൽ ഇവരാണ് നമ്മെ പല പാഠങ്ങളും ജീവിതത്തിൽ പഠിപ്പിച്ചു തരുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ പഠിപ്പിക്കുന്നതും ഈശോയുടെ മുമ്പിൽ എളിമയോടെ മുട്ടുമടക്കാൻ പ്രേരിപ്പിക്കുന്നതും പലപ്പോഴും നാം ശത്രുക്കൾ എന്ന് വിളിക്കുന്ന ഇവർ മൂലമാണ്. എങ്കിൽ ഇന്നു മുതൽ നമുക്ക് ശത്രുക്കളെ മിത്രങ്ങളായി കാണാം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൽക്രിയ: മനസ്സിൽ വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുകയും മനസ്സിൻ്റെ വേലിക്കെട്ടിന് പുറത്തു നിർത്തുകയും ചെയ്തിട്ടുള്ളവർക്കായി ഇന്നൊരു കരുണക്കൊന്ത ചൊല്ലി കാഴ്ചവെക്കാം.